സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസിലേക്ക് മാറ്റം. അഡീഷണൽ ഡയറക്ടറായാണ് മാറ്റം. വിജിലൻസ് ഡയറക്ടർ ടി.കെ. വിനോദ് കുമാർ നാളെ വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമനം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എസ്. ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തെ ADGP-ആയി നിയമിച്ചു. ഇടവേളയ്ക്ക് ശേഷമാണ് എസ്. ശ്രീജിത്ത് പോലീസ് സർവീസിലേക്ക് എത്തുന്നത്. ആർ. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയൊക്കെയാണ് അഴിച്ചുപണികൾ? ഈ BSF-ൽ തലപ്പത്ത് വന്ന ഒരു മാറ്റത്തിന് ശേഷം ഇത്തരത്തിൽ അഴിച്ചുപണി ഉണ്ടാവുമെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ആർക്കൊക്കെയാണ് സ്ഥലം മാറ്റം? രോഷി, സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി.കെ. വിനോദ് കുമാർ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയാണ്. നാളെ അദ്ദേഹം പദവി ഒഴിയും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് തലപ്പത്ത് ഒരു അഴിച്ചുപണി വേണ്ടി വന്നത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ടി.കെ. വിനോദ് കുമാർ ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് ബെവ്കോയുടെ ഇപ്പോഴത്തെ MD ADGP യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്തയെ വിജിലൻസ് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ബെവ്കോയിൽ നിന്ന് യോഗേഷ് ഗുപ്ത ഒഴിയുമ്പോൾ ആ തസ്തികയിലേക്ക് IG ഹർഷിത അത്തല്ലൂരിയെ നിയമിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ചു കാലമായി പോലീസ് സർവീസിൽ ഇല്ലായിരുന്ന ADGP എസ്. ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തെ ADGP-ആയി നിയമിച്ചു. നിർണായകമായ തസ്തികയാണ് ഇത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന എസ്. ശ്രീജിത്തും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു. ഇതും ഈ മാറ്റത്തിന് കാരണമായി. ഇതോടൊപ്പം തന്നെ എറണാകുളത്ത് പ്രവർത്തിച്ചിരുന്ന അക്ബർ IG അദ്ദേഹത്തെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. തൃശൂർ റേഞ്ച് DIG ആയിരുന്ന അജിത ബീഗത്തെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ റേഞ്ചിൽ നിന്ന് തോംസൺ ജോസാണ് തൃശൂർ റേഞ്ചിലേക്ക് വരുന്നത്. IPS പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD-ആയും നിയമിച്ചിട്ടുണ്ട്. ഇതാണ് പോലീസ് തലപ്പത്ത് വന്നിരിക്കുന്ന മാറ്റം. എന്നാൽ BSF നേതൃത്വത്തിൽ നിന്ന് കേരള സർവീസിലേക്ക് മടങ്ങി വരുന്ന നിതിൻ അഗർവാളിന് ഈ അഴിച്ചുപണിയിലും പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അടിമുടി മാറ്റമാണ് പോലീസ് സർവീസിൽ.